ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് അടിപൊളി സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അതായത് നമ്മൾ 150 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഗിവ് അവേ വിന്നറിനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 157 സബ്സ്ക്രൈബേഴ്സായി. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം നിങ്ങളെല്ലാവരോടും താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ അക്കമൊഴിഞ്ഞ ഹൃദയത്തിൽ തൊട്ട് താങ്ക് യു. ആ ക്രെഡിറ്റ് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും തരികയാണ്. അപ്പോൾ 158 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്ന കേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് ഒരു പീസ് കഴിച്ച് ഇനി എന്നിട്ട് പായസ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മധുരത്തിൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് സന്തോഷമാണ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ഇതിനകത്ത്. ഞാൻ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നിങ്ങളിലേക്ക് ഞാൻ തരികയാണ്. കാരണം അത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒരുപാട് പേര് പറയാൻ നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തടവ് പായസം ഉണ്ടാക്കാൻ റെഡിയാക്കാൻ വന്നു കേട്ടോ. പയറ് വറുക്കാൻ നിൽക്കുകയാണ്. ചെറുപയറും പരിപ്പ് വറുത്തെടുത്തിട്ട് പായസം ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വറക്കാം. എനിക്കിപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഈ സന്തോഷത്തിൽ ഞാൻ പായസം ഉണ്ടാക്കി എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരിലെങ്കിലും എത്തിക്കണം. എനിക്ക് മധുരം വിളമ്പണം എന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ തയ്യൽ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. പായസം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അവിടെ വരുന്നവർക്ക് അവിടെ ആ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും മധുരം ഇന്ന് വിളമ്പണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പരിപ്പ് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് അതൊരു വലിയ പാത്രത്തിലാക്കി ശർക്കരയും ഉരുക്കി ഒഴിച്ച് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് അത് ഇളക്കി കൈവിടാതെ ഇളക്കണം. കാരണം അടി പിടിച്ച പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അടിപൊളിയായി വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെരുവത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ശർക്കര ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായി ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് 3-ാം പാൽ ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം നമ്മൾ കൈവിടാതെ ഇളക്കണം. ഫസ്റ്റ് തടവ് അങ്ങനെയാണ്. ഫസ്റ്റ് ഘട്ടം 1-ാം റൗണ്ട് അങ്ങനെയാണ് പായസത്തിന്. 3-ാമത്തെ പാലൊഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം അത് റെഡിയായി കഴിഞ്ഞ് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം നമുക്ക് കൈവിടാതെ ഇളക്കണം. ഇല്ലെങ്കിൽ ഇത് അടി പിടിച്ചാൽ പ്രശ്നമാവും. ഇനി നമുക്ക് ലാസ്റ്റ് 1-ാം പാല് ചേർത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് 1-ാം പാല് ചേർക്കാം കേട്ടോ. ഇനിയും കുറേ ചേരുവകൾ ഇതിൽ ചേർക്കാനുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേരുവകൾ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. നമ്മൾ പായസം റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ വറുത്ത് എല്ലാ ഐറ്റങ്ങളും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസം ഓക്കെ ആയി. ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടാണിത്. ഇനിയിപ്പോൾ അപ്പലണ്ടിയും മുന്തിരിങ്ങയും മറ്റേ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്യണം. വറുത്ത് ആഡ് ചെയ്യണം. ലേശം നെയ്യിൽ വറുത്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡിയായി. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ പായസം റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ വറുത്ത് എല്ലാ ഐറ്റങ്ങളും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസം ഓക്കെ ആയി. ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടാണിത്. ഇനിയിപ്പോൾ അപ്പലണ്ടിയും മുന്തിരിങ്ങയും മറ്റേ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്യണം. വറുത്ത് ആഡ് ചെയ്യണം. ലേശം നെയ്യിൽ വറുത്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡിയായി. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. പാല് ആഡ് ചെയ്തതിന് ശേഷം നന്നായി കൈവിടാതെ കുറേ സമയം ഇളക്കണം. അല്ലെങ്കിൽ അടി പിടിച്ച പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ഗിവ് അവേ ഇത് നറുക്കെടുപ്പ് കഴിഞ്ഞ പിന്നത്തെ വ്ളോഗിൽ ഞാൻ പുതിയ ഒരു ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ ആയിരിക്കില്ല. ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ടുള്ള സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൽ വിജയിച്ച് നറുക്കെടുത്തിട്ട് 2 പേർക്കല്ലേ നറുക്കെടുപ്പിലൂടെ വിജയികളാവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കിട്ടാത്ത ആളുകൾ ആരും വിഷമിക്കരുത്. അടുത്ത ഗിവ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ഇത് ആർക്കാണ് നറുക്ക് വീഴുന്നത് അവർക്കേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അടിപൊളി ഗിഫ്റ്റാണ്. അപ്പോൾ അടുത്തതിന് നിങ്ങൾ വീണ്ടും ശ്രമിക്കുക. അത്രയാണ് എനിക്ക്. ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഒന്നാം പാല് ലാസ്റ്റത്തെ പാലാട്ടോ ഇത്. തേങ്ങയൊക്കെ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ പായസം റെഡി ആയിരിക്കുന്നു. ഇതിനും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒരുപാട് നെയ്യായാലും കൊള്ളില്ല. പായസത്തിൽ നെയ്യിൽ വറുത്താണ് എല്ലാവരും ആഡ് ചെയ്യണത്. അടിപൊളി പായസം കേട്ടോ. 151 സബ്സ്ക്രൈബേഴ്സായി. ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമുള്ള ആളുകൾ എല്ലാവരോടും പറഞ്ഞു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി തരുന്നുണ്ട്. അതിന് എനിക്ക് ഒത്തിരി താങ്ക് യു സോ മച്ച് അത് ചെയ്തു തരുന്നവരോട്. അപ്പോൾ ഞാൻ അവർക്ക് പ്രോത്സാഹന ഗിഫ്റ്റുകളും കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പായസം ഇനി കേശവട്ടും മുന്തിരിങ്ങ ഇട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. ഘട്ടത്തിലേക്ക് എത്തി. അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മറ്റേ ഉണക്കമുന്തിരി, കാഷ്യൂട്ട് ഇതൊക്കെ നമുക്ക് വറുത്ത് ഇതിൽ നെയ്യിൽ വറുത്ത് നമ്മൾക്ക് പായസത്തിലേക്ക് ചേർക്കാം. അത്രയേ ഉള്ളൂ. അവസാന ഘട്ടമായി. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന ഗിവവേയിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിൽ വിന്നറാവാത്തവരാരും വിഷമിക്കരുത്. കാരണം ഇതിൽ 2 പേരേക്ക് വിജയികളാവാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. റൂൾസ് പ്രകാരം നല്ല രീതിയിൽ അവർ പങ്കെടുത്തേക്കുന്നവരാണ്. ഭാഗ്യം ആരെയാണ് കടാക്ഷിക്കണതെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഇനിയും ഓരോ ഗിവവേകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഓരോ ഗിവവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മനസ്സ് തളർന്ന് പോകാതെ നിങ്ങൾ നാളെ
പായസവുമായി ഞാനിപ്പോൾ ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റഹ്മത്തുണ്ട്, അതുപോലെ പലരോടും ഇവിടെ വരാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. എത്താമെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഈ മധുരം ഒന്ന് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഞാനും സന്തോഷവതിയാണ്, അവർക്കും സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.